ലൈവില് പൊരിഞ്ഞടി നടക്കാണ്. അടി നടക്കുന്നത് ആര്യനും ലക്ഷ്മിയും തമ്മിലാണ്. കിച്ചൺ ഡ്യൂട്ടിയിലുള്ള രണ്ടാളും തമ്മിലാണ് കേട്ടോ പൊരിഞ്ഞടി നടക്കുന്നത്. ഇത് പ്രോമോയിൽ ബിഗ് ബോസും എടുത്ത് കാണിച്ച ഒരു ഫൈറ്റാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആര്യൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇന്ന് പ്രോമോയിൽ ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫൈറ്റായിരുന്നു കിച്ചണിൽ ആര്യനും ലക്ഷ്മിയും തമ്മിലുള്ളൊരു ഫൈറ്റ്. ചപ്പാത്തി കുഴയ്ക്കുമ്പോഴാണ് ഈ ഒരു വഴക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫുഡിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണെന്ന്. എന്നാൽ ഫുഡിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയില്ല. പ്രശ്നം പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഊഹാപോഹത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു വഴക്കാണ്. ആര്യൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നു. ഇവരുടെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കുഴക്കിൽ എന്നുകൂടി നമ്മൾ ഓർക്കണം കേട്ടോ. ആര്യൻ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നു. കൂടെ ബിന്നിയും കൂടിയിട്ടുണ്ട്. ഇതവിടെ വെച്ചതിന് ശേഷം ആര്യൻ കുളിക്കാനോ മറ്റോ പോകുന്നു. തിരിച്ച് വന്നിട്ട് ലക്ഷ്മി ഇത് കാണുമ്പോൾ തുറന്നിരിക്കുന്നു. ഇത് തുറന്നിരുന്നതിനെയാണ് ലക്ഷ്മി ആ ഒരു ഒച്ചപ്പാടും ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്. ലക്ഷ്മിയുടെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ്, ഭക്ഷണം തുറന്ന് വെക്കാൻ പാടില്ല. അത് ഭക്ഷണം പാകം ചെയ്തതാണെങ്കിൽ, പാകം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അപ്പോൾ അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് വയ്ക്കുന്നത് തെറ്റാണ്. ഈച്ചയോ ഉറുമ്പോ മറ്റെന്തെങ്കിലുമൊക്കെ വന്നിരിക്കും. പക്ഷേ ഇത് ഈച്ചയും ഉറുമ്പും മാത്രമല്ല അവിടെ ഉള്ളത്, എലി വരെ ഉണ്ടെന്നാണ് ആര്യം പറയുന്നത്. എലിയോ മറ്റോ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ഫുഡ് വേസ്റ്റ് ആക്കണ്ടേ? ഇത് റേഷനാണ് കിട്ടുന്നത്. അതുപോലെ ചിന്തിക്കാതെ അത് മൂടി വെക്കാതെ ആര്യം പോയത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലക്ഷ്മി എത്തിയിരിക്കുന്നു. ലക്ഷ്മി പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇത്രമാത്രം ഒച്ചെടുക്കേണ്ട ആവശ്യം ലക്ഷ്മിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നോമിനേഷൻ വന്നതുകൊണ്ട് ലക്ഷ്മി ഈ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കാം. ആര്യൻ ആ സമയത്ത് പറഞ്ഞത് ഉരുളക്കിഴങ്ങ്, സവാള ഒന്നും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെയൊക്കെ എലിയുണ്ട്, എലിനെ പേടിച്ചാണെങ്കിൽ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല എന്ന്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതൊക്കെ കഴുകിയാണ് എടുക്കുന്നത്. മാവ് കഴുകാൻ പറ്റില്ലല്ലോ, എന്താണ് അത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കളയണ്ട ചപ്പാത്തി ഉണ്ടാക്കാൻ ലക്ഷ്മി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ ലക്ഷ്മി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അറിയിച്ച് കഴിക്കുന്നവരെ കൂടി കഴിപ്പിക്കാത്ത രീതിയിലേക്ക് പോവുകയാണ് കേട്ടോ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിക്ക് അത് പറയാമല്ലോ, ഭക്ഷണം മറ്റുള്ളവർ ചിലവർക്കൊക്കെ ഹൈജീൻ ഇഷ്യൂ കൂടുതലുള്ളവരുണ്ടാകും. അപ്പോൾ അവരൊന്നും കഴിക്കില്ല. അപ്പോൾ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കണ്ടന്റ് അവിടെ വരും. അത് വിചാരിച്ചിട്ടാണോ ലക്ഷ്മി ഇത്ര പ്രഹസനം നടത്തുന്നതെന്ന് അറിയില്ല. എങ്കിൽ പോലും ലക്ഷ്മി പറഞ്ഞ കാര്യം കറക്റ്റാണ്. തുറന്നു വെക്കാൻ പാടില്ല. തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവി വന്നിരിക്കും. എന്നാൽ എലി വന്നിട്ടുണ്ടാകും എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടിൽ എലി ഉണ്ടാവും. എലി പൊതുവേ വരുന്നത് ആൾക്കാരുടെ ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളിടത്ത് അങ്ങനെ അധികം വരില്ല. എപ്പോഴും വീട്ടിൽ ബഹളമാണ്, അടുക്കളയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് എലി വന്നിട്ട് ഭക്ഷണം എടുക്കാനുള്ള സാധ്യതയില്ല. അഥവാ എലി വന്ന് ആ ഭക്ഷണത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് കഴിച്ചിട്ടുണ്ടെങ്കിലോ ബിഗ് ബോസ് അത് പറയും, അത് എടുക്കണ്ടെന്ന് പറയും. അതുകൊണ്ടൊക്കെ തന്നെ അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. എങ്കിൽ പോലും ലക്ഷ്മി അതൊരു കോണ്ടന്റ് ആക്കുകയാണ്. നോമിനേഷനിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരെല്ലാവരും ഇളകിയിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താകുമെന്ന് നമുക്ക് ലൈവിൽ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.